നമസ്കാരം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗലയുടെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് ഇന്ന് നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. നമ്മളെ സഹായിക്കുന്നവരെ ഒരിക്കലും മറക്കരുത്. നമ്മളെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും വെറുക്കരുത്. നമ്മളെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ചതിക്കരുത്. ഇതെൻ്റെ വാക്കുകളല്ല, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. പക്ഷേ എനിക്കും ഇതുപോലൊരു വാക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളെ ചിരിപ്പിക്കാൻ വന്നിരിക്കുന്ന ഞങ്ങളെ നിരാശരാക്കരുത്. അതിനർത്ഥം നല്ല ചിരി വേണമെന്നാണ്. ചിരി ആയുസ്സിന് ബലം കൂട്ടും. എന്നാൽ കുറച്ച് ആയുസ് കൂടട്ടെ എന്ന് കരുതി ഒറ്റയ്ക്ക് മാറിയിരുന്ന് ചിരിക്കാനും നിൽക്കണ്ട. ഭ്രാന്താന്ന് പറഞ്ഞ് പിടിച്ചാരെങ്കിലും ചങ്ങലിക്കിടും. അതാണ് നമ്മുടെ സമൂഹം. ചിരിയും പോകും, ആയുസ്സും പോകും. അപ്പോൾ നമ്മുടെ ചിരിയുടെ ഫസ്റ്റ് ഡോസ് എടുക്കാനുള്ള സമയമായി. പോകാം നമുക്ക്. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗലയുടെ ഫസ്റ്റ് സെഗ്മെന്റ് ഫേസ് ടു ഫേസ്. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫേസ് ടു ഫേസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ പാമ്പിനെ പേടിയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? 99% പേർക്കും പാമ്പിനെ പേടിയുണ്ടാവും. എന്നാൽ ഇന്ന് ഫേസ് ടു ഫേസിൽ എത്തിയിരിക്കുന്ന അതിഥിക്ക് പാമ്പിനെ പേടിയില്ല എന്ന് മാത്രമല്ല, എത്ര ഉഗ്രവിഷമുള്ള പാമ്പിനെയും അദ്ദേഹം ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പാമ്പുപിടുത്തക്കാരൻ ശ്രീ വാവ സുമേഷാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം. നമസ്കാരം സുമേഷ്. നമസ്കാരം. ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, താങ്കളെല്ലാവരും വാവ സുമേഷ് വാവ സുമേഷ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അത് വേറൊന്നും കൊണ്ടല്ല, എവിടെ പാമ്പിനെ കണ്ടാലും അപ്പോൾ ആൾക്കാർ വിളിക്കും, സുമേഷേ ഇവിടെ പാമ്പുണ്ട്, ബാബാ സുമേഷേ, അവിടെ പാമ്പുണ്ട്, ബാബാ സുമേഷേ, അപ്പുറത്ത് പാമ്പുണ്ട്, ബാബാ സുമേഷേ. അങ്ങനെ വാവാ സുമേഷേ വാവാ സുമേഷേ എന്ന് വിളിച്ച് അവസാനം എൻ്റെ പേര് വാവാ സുമേഷ് എന്നായി. താങ്കൾ എങ്ങനെയാണ് ഈ പാമ്പ് പിടിക്കുന്നത്? അതിൻ്റെ മാളത്തിൽ ചെന്നിട്ടാണോ? ഇല്ല, പാമ്പ് ഓട്ടോ പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് വരും. അതല്ല, എന്ന് മുതലാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയത്? അത് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഈ രംഗത്തുണ്ട്. എന്നാണ് ഓർമ്മ വെച്ചത്? അതാ എനിക്ക് ഓർമ്മയില്ല. അതിനിടെ ഈ പാമ്പ് പിടുത്തം മാത്രമേ ഉള്ളൂ സുമേഷിന്? അല്ല, മഴക്കാലമായ തവള പിടിക്കാനും പോകും. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. ഈ വിഷം ഇറക്കുന്ന പരിപാടി ഉണ്ടോ എന്ന്? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് വിഷക്കുരങ്ങന്മാരില്ല. വിഷക്കുരങ്ങന്മാരല്ല, വിഷക്കുരന്മാർ. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുമേഷ് ആദ്യം കണ്ട പാമ്പ് ഏതാണ്? എൻ്റെ അമ്മാവൻ. അമ്മാവനോ? ആടിക്ക് എന്നാ പാമ്പാന്നറിയോ? ആ പാമ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ചീറ്റുകയും കടിക്കുകയും ഒക്കെ ചെയ്യുന്ന പാമ്പില്ലേ, അതാണ്. അമ്മാവൻ തന്നെ. വെള്ളം മൂത്ത പിന്നെ കടിക്കുകയും ചീറ്റുകയും കൂത്തുകയും ഒക്കെ ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒറിജിനൽ പാമ്പിനെ കുറിച്ചാ. ഏത് പാമ്പിനാണ് ആദ്യം കണ്ടത്? ഒറിജിനൽ പാമ്പിനാണെങ്കിൽ 4 അടി മൂർഖൻ. 4 അടി മൂർഖനോ? സാധാരണ 8 അടി മൂർഖൻ എന്നല്ലേ പറയാറുള്ളത്? ഞാൻ കാണുമ്പോൾ 4 അടിയെ പുറത്തുണ്ടായിരുന്നുള്ളൂ, ബാക്കി 4 അടി മാളത്തിനകത്തായിരുന്നു. കാണാത്തത് ഞാൻ പറയത്തില്ല. ശരിക്കും ഈ 8 അടി മൂർഖന് എന്തോരം നീളം വരും? 8 അടി മൂർഖൻ 8 അടി അല്ലാതെ പിന്നെ 36 അടി ഉണ്ടാവും. ഞാൻ ഈ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ്, ഈ ഇങ്ങനെ ആക്കുന്നുണ്ടല്ലോ. ഫോൺ വൈബ്രേറ്റ് ഇട്ടിരിക്കുകയാണോ? അത് വൈബ്രേറ്റ് ഇട്ടിരിക്കുന്നതല്ല, ചുമ്മാ ഒരു രസത്തിന് ഒരു മൂർഖൻ കുഞ്ഞിനെ പോക്കറ്റ് ഇട്ടതാണ്. മൂർഖൻ്റെ കുഞ്ഞ് പോക്കറ്റിലോ? അതെന്തിന്? ഷോ തുടങ്ങാൻ വൈകിയാലേ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? മെൻ്റൽ എൻ്റർടൈൻമെൻറ്റ് കളിപ്പിക്കാൻ. ഈശ്വര, അല്ല ഈ 8 അടി മൂർഖനെ കൃത്യം 8 അടി തന്നെ ഉണ്ടാവുമോ? അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മളൊരു ടേപ്പ് വെച്ച് അളന്ന് നോക്കണം 8 അടി ഉണ്ടാവുമോ. ഈ 8 അടി മൂർഖൻ കടിച്ചാൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അപ്പം തന്നെ വീട്ടിലേക്ക് അറിയിക്കുക, അവർ കുഴി റെഡി ആയിക്കോളും. അതല്ല, എല്ലാവരും പറയുന്നത് ഈ 8 അടി നടന്നാലേ മരിക്കുള്ളൂന്നാ. നമ്മൾ ഈ കടി കൊണ്ടിട്ട് അവിടെ ഇരുന്നാലോ? ഇരുന്നാൽ പാമ്പ് പിന്നെയും കടിക്കും. അങ്ങനെ 4 അടിയാവും, 2 അടിയാവും, 1 അടിയാവും, അവസാനം മണ്ണിനടിയില്ല. ഈ പാമ്പുകൾ എത്ര തരമാണ് സുമേഷ്? പാമ്പുകൾ ഒരുപാട് തരത്തിലുണ്ട്. വിഴുങ്ങുന്നതുണ്ട്, കൊത്തുന്നതുണ്ട്, പറക്കുന്നതുണ്ട്, നീന്തുന്നതുണ്ട്, കടിക്കുന്നതുണ്ട്. അങ്ങനെ പല ടൈപ്പ് പാമ്പുകളും ഉണ്ട്. നീർക്കോലി, അണലി, രാജവെമ്പാല, മൂർഖൻ, 8 അടി മൂർഖൻ, ശംഖുവരയൻ, അങ്ങനെ പലതും ഉണ്ട്. ഈ പിന്നെ അനാക്കോണ്ട. അങ്ങനെ എന്താ നോക്കുന്നത്? അതേ, എൻ്റെ കൂടെ ഒരു മൂർഖൻ ഇറങ്ങിപ്പോയായിരുന്നു. അതെവിടെ പോയത്? മൂർഖനോ? പേടിക്കണ്ട, അവൻ കുറച്ച് കഴിഞ്ഞ് കറങ്ങി ബോറടിക്കും തിരിച്ചു വന്നു. അത് പുറത്തിറങ്ങി ആരെങ്കിലും കടിച്ചാൽ തന്റെ പണി തീരും. കടിക്കുന്നവൻ്റെ പണിയില്ല തീരുന്നു, എൻ്റെ പണി എങ്ങനെ തീരുന്നു? അതല്ല, തന്റെ പണി ഞങ്ങൾ തീർക്കുന്നു. ആ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, അതൊന്നും ഇവിടെ നടക്കുകയില്ല. അതിന് എൻ്റെ പിള്ളേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. രാജേഷ്, സുമേഷ്, സാജൻ, സഫീർ, അഗസ്റ്റിൻ. ഇതൊക്കെ ചേട്ടൻ്റെ മക്കളാണോ? മക്കളെന്ന് പറഞ്ഞാൽ പാമ്പുകൾ. സാജൻ മൂർഖൻ അവനവിടെ ഉണ്ട്. പിന്നെ സുരേഷ് KK രാജവമ്പാല. സുരേഷ് KKയോ? അത് ഇനിഷ്യലാ, കർണാടക കാട്. പിന്നെ സഫീർ, അഗസ്റ്റിൻ. അല്ല, ഈ പാമ്പിന് ജാതിയും മതവും ഉണ്ടോ? അത് ഒന്ന്
ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചതാണ്, ഒന്ന് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ അതെ, ഈ പാമ്പ് കടിച്ചാൽ ആ കടിച്ചതിൻ്റെ മേളിൽ നമ്മൾ എന്തെങ്കിലും ഒരു വലിഞ്ഞു മുറുക്കി കെട്ടിയാൽ ആൾ ചാകില്ല എന്ന് പറയുന്നത് ശരിയാണ്? അതൊക്കെ വെറുതെ പറയണതാണ്. അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ പേര് 2 കേസുണ്ട്. അതെന്ത് പറ്റി? എൻ്റെ ഒരു കൂട്ടുകാരനെ ഇതുപോലൊരു പാമ്പ് കടിച്ചു. എവിടെ? നെഞ്ചത്ത്. എന്നിട്ട്? അപ്പോൾ വിഷം മുകളിലോട്ട് കയറണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു കയറെടുത്ത് അവൻ്റെ കഴുത്തെ മുറുക്കി കെട്ടി. എന്നിട്ട് വിഷം കയറിയോ? വിഷം മുകളിലേക്കും കയറിയില്ല, ശ്വാസം താഴോട്ടും പോയില്ല. അവസാനം അവൻ ചത്തുപോയി. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പാമ്പ് കടിച്ചതല്ല, കയറ് മുറുക്കി കൊന്നാണ്. ഈ മഞ്ഞച്ചേര മലർന്ന് കടിക്കുമോ? മഞ്ഞച്ചേര മലർന്ന് കടിക്കുമോ, കമന്ന് കടിക്കുമോ, ചെരിഞ്ഞ് കടിക്കുമോ, നിവർന്ന് കടിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ചേരയുടെ സൗകര്യം പോലും. അയ്യോ അതല്ല, ഈ മഞ്ഞച്ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നൊരു ചൊല്ലുണ്ടേ. ഓ, അതിന് മാത്രമേ മലയാളത്തിൽ മരുന്നില്ലാതുള്ളൂ, ബാക്കി എല്ലാത്തിനും മരുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കിട്ടുന്നില്ല, അപ്പോഴാണ് മഞ്ഞച്ചേരയ്ക്ക് മരുന്ന്. ഈ പാമ്പ് നമ്മളെ കടിച്ചാൽ ഉടനെ പാമ്പിനെ തിരിച്ച് കടിച്ചാൽ നമ്മൾ മരിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇത് പണ്ട് എൻ്റെ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? അപ്പൂപ്പനെ ഒരു പാമ്പ് കടിച്ചു. ദേഷ്യത്തിന് അപ്പൂപ്പൻ പാമ്പിനെ തിരിച്ച് കടിച്ചു. എന്നിട്ട് പാമ്പ് വിടുക. പിന്നെയും ദേഷ്യത്തിന് അപ്പൂപ്പനെ പിന്നെ കാണ്ടാൻ തൂണ്ടം കാണുന്ന തക്ക പാമ്പ് കടിച്ചു. എന്നിട്ട് രക്ഷപ്പെട്ടോ? ആ പാമ്പ് രക്ഷപ്പെട്ടു. അല്ല മുത്തച്ഛൻ. മുത്തച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ല സുമേഷ്, ഈ വീട്ടിൽ പാമ്പുകളുണ്ടോ? പിന്നെ ഒരുപാട് പാമ്പുകളുണ്ട്. അണലി, മൂർക്കൻ, രാജവെമ്പാല, പിന്നെ നീർക്കോലി, പിന്നെ എൻ്റെ അളിയന്മാരും ചേർത്ത് എൻ്റെ 7 പാമ്പ്. അതെന്തായാലും നന്നായി. വീട്ടിൽ കള്ളന്മാർ കയറുമെന്നുള്ള പേടി വേണ്ട. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഒറ്റ കള്ള ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറത്തില്ല. അലമാരിക്കകത്ത് മൂർക്കൻ, പെട്ടിക്കകത്ത് അണലി, പിന്നെ പുറത്ത് ചങ്ങലയിട്ട് നിർത്തിയിരിക്കുന്ന ആരാന്നറിയാവോ? വീട്ടിൽ ആർക്കെങ്കിലും ഭ്രാന്തിൻ്റെ അസുഖമുണ്ടോ? ഭ്രാന്തിന് ചങ്ങലയിട്ടിരിക്കുന്നല്ല പറഞ്ഞത്. വീടിൻ്റെ പുറത്തേ കാവല് നിർത്തിയിരിക്കുന്ന ആരാന്നറിയാവോ? പട്ടിക്ക് പകരം കൈസർ എന്ന മലമ്പാമ്പിനെ. അപ്പൊ പട്ടിയോ? പട്ടിയെ പാമ്പ് തിന്നു. അല്ല, പട്ടിയാണെങ്കിലല്ലേ ഉള്ളൂ വല്ല കള്ളന്മാരോ ആരെങ്കിലും വരികയാണെങ്കിൽ കുരയ്ക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പാമ്പ് എങ്ങനെ കുരയ്ക്കും? പാമ്പ് എന്തിനാ കുരയ്ക്കുന്നത്? വരും നാളെ പാമ്പ് ചുറ്റിപ്പിടിക്കും. ഓരോ എല്ലാം ഒടിയുമ്പോഴും അവൻ പറയും അയ്യോ അമ്മേ രക്ഷിക്കണേ, അയ്യോ ഓടി വരണേ. ആ ശബ്ദം നമുക്ക് കേൾക്കാവും. ഈ മലമ്പാമ്പിന് എന്താണ് ആഹാരം കൊടുക്കുന്നത്? 1 കോഴി 10 കോഴിമുട്ട. ഇതെല്ലാം മേടിച്ചു കൊടുക്കുമോ? മേടിച്ചു കൊടുക്കൊന്നും വേണ്ട, നമ്മൾ ചങ്ങല ഒരു ഇട്ടാൽ മതി, തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി തിന്നോളൂ. ഈ അയൽവക്കത്ത് ഇതിനു വേണ്ടി കോഴിയുണ്ടോ? ഒരുപാട് കോഴി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. അതെന്തു പറ്റി? ഒക്കെ ഇവൻ അകത്താക്കി. അയൽവക്കത്തെ വീട്ടിൽ അവരൊരു കോഴി ഫാം നടത്തി. ഈ പാമ്പ് അതിനെ മൊത്തം തിന്നു തീർത്തപ്പോഴത്തേക്കിന് അവരത് ആട് ഫാം ആക്കി. ആ ആടിനെ മൊത്തം വിഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ താറാവ് ഫാം ആക്കി. അതിനെ വിഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ മൊയിൽ ഫാം ആക്കി. ഇപ്പോൾ കാലി ഫാം. ഓ, കന്നുകാലി ഫാം അല്ലേ? അല്ലല്ല, ഒന്നുമില്ല, കാലി ഫാം. ഈ ഏറ്റവും വിഷമുള്ള പാമ്പാണല്ലോ രാജവെമ്പാല. രാജവെമ്പാല ഊതിയാ ചാകുമെന്നാണ് പറയുന്നത്, ശരിയാണോ? എന്തിനാ ഊതുന്നത്? ഒരു മെസ്സേജ് ഇട്ടാൽ പോരെ, അപ്പത്തി. ഈ പെട്ടെന്ന് പാമ്പ് ഒന്ന് കടിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, നമ്മളെ ഫോൺ വിളിച്ച് ചോദിക്കും, എന്നിട്ട് നമ്മുടെ ടൈമൊക്കെ എടുത്ത് അവർ പിയോട് അന്വേഷിച്ചിട്ട് വന്ന് പുറത്ത് വെയിറ്റ് ചെയ്ത് നമുക്ക് സമയമുണ്ടെങ്കിൽ വന്ന് കടിച്ചിട്ട് പോകും. ആരുടെ? ഈ പാമ്പിനെ പിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമോ? അതൊരു നാക്ക. നമ്മൾ ഈ പതുങ്ങിയിരിക്കുന്ന പാമ്പിനെ പുറകെ കൂടെ ചെന്ന് അതിൻ്റെ വാലെ പിടിക്കുക. തലയ്ക്ക് പിടിച്ചാലോ? തലയ്ക്ക് പിടിച്ച എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നതല്ല, അല്ലെങ്കിൽ പിന്നെ മോരും വെള്ളം കുടിക്കണം കേട്ടോ. അയ്യോ അതല്ല, പാമ്പിൻ്റെ തലയ്ക്ക് പിടിച്ചാലോ ഒന്ന്? പാമ്പിൻ്റെ തലയ്ക്ക് പിടിച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ നിൻ്റെ കൈക്കും കാലിനും പിടിക്കാൻ 4 പേര് വേണ്ടി വരും, അത്രയേ ഉള്ളൂ. പിന്നെ പതുക്കെ ചെന്നിട്ട് അതിൻ്റെ തലയ്ക്ക് പിടിക്കും. എന്നിട്ട് അതിൻ്റെ തലയുടെ മേളിൽ ഇങ്ങനെ കൈകൊണ്ട് ഞാൻ 4-5 കുത്തും. അങ്ങനെ അത് മെരുങ്ങും. ഇതിലും നല്ലത് മകുടി ഊതി പാമ്പിനെ മെരുക്കുന്നല്ലേ? എവിടെ? മകുടി ഊതിയാലൊന്നും പാമ്പൊന്നും മെരുങ്ങത്തില്ല. എനിക്ക് പണ്ട് ഒരബദ്ധം പറ്റിയതാ. ഞാൻ ഇതുപോലെ ഒരു പാമ്പിൻ്റെ മുമ്പിൽ നിന്ന് മകുടി ഊതി മെരുക്കാൻ വേണ്ടിയിട്ട്. മകുടി ഊത്ത് എപ്പം നിർത്തുന്നോ അപ്പം പാമ്പ് കടി. എനിക്ക് നിർത്താൻ പറ്റുമോ? അങ്ങനെ രാവിലെ ഞാൻ 8 മണിക്ക് തുടങ്ങിയ ഊത്ത് വൈകുന്നേരം 9 മണി വരെ ഊതി. നിർത്താൻ പറ്റില്ല. ഊതി എൻ്റെ കവിളും പോയി, ഫ്രണ്ടിൽ 2 പല്ലും പോയി. അവസാനം മുത്തച്ഛൻ വന്നൂതി, അച്ഛൻ ഊതി, അമ്മാവൻ ഊതി, കരക്കാർ മൊത്തം ഊതി. ഒരാഴ്ച ഞങ്ങളെ നിർത്താതെ ഊതിച്ചിട്ടാ ആ പാമ്പ് പോയത്. ഈ മെരിഞ്ഞ പാമ്പിനെ എന്ത് ചെയ്യും? പുഴുങ്ങി തിന്നും. ഇവിടെ കാട്ടിക്കൊണ്ടുവിടും. പണ്ട് ഇതേപോലെ ഒരു രാജവെമ്പാല ഞാൻ കാട്ടിക്കൊണ്ട് വിട്ടതാ. അത് വീണ്ടും എനിക്ക് നാട്ടിലേക്ക് തന്നെ പോന്നു. എന്നിട്ട് അതിനെ പിടിച്ചോ? പിടിച്ചില്ല. അതെന്താ പിടിക്കാഞ്ഞത്? അതുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വഴി തെറ്റാതെ എൻ്റെ വീട്ടിലെത്താൻ പറ്റും. എന്തായാലും നിരവധി പാമ്പുകളെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാമ്പിനെ ഒന്ന് കാണിച്ചു തരാമോ? പിന്നെ എൻ്റെ ഒരു വലിയ ഐറ്റം ഉണ്ട്, കാണിക്കട്ടെ പാമ്പിൻ്റെ. ഉമേഷ് ശങ്കറിൻ്റെ അടുത്ത് കളി വേണ്ടേ? അടി
മതി 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 ഇത്ര മതി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിന്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വളരെ നന്ദി. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒന്ന് രണ്ട് മിമിക്രി കലാകാരന്മാർ വന്ന് ഗംഭീരമായ പ്രകടനം ഇവിടെ നടത്തി. അതിനെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ എന്നോട് നേരിട്ടും അല്ലാതെ ഫോണിലുമൊക്കെ പറയുകയുണ്ടായി. ഒരാൾ വന്നത് മോഹൻലാലിൻ്റെ ശബ്ദവും പാട്ടുമൊക്കെ ആയിട്ടായിരുന്നു. മറ്റൊരാൾ വന്നത് കലാഭവൻ മണിയുടെ ശബ്ദവും നാടൻ പാട്ടുകളുമായിട്ടായിരുന്നു. ഇന്നും അതുപോലൊരു കലാകാരൻ ഇവിടെ പെർഫോം ചെയ്യാൻ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും അതിമനോഹരമായി വേദികൾ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാം. സ്വാഗതം ചെയ്യാം, സുധി കലാഭവൻ. സുധി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. നന്നായിട്ടിരിക്കുന്നു. എക്കയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ഇതുപോലൊരു ചാനലിൽ ആങ്കറായിട്ട് നിന്നപ്പോൾ അന്നും ഇതുപോലെ വന്ന് മിമിക്രി അവതരിപ്പിക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഭാഗ്യമല്ലേ, 15 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒത്തുകൂടുന്നു. ഇനി ഒരു 15 കൊല്ലം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒത്തുകൂടും. അത് ശരി. അപ്പോൾ ഇത് നിർത്തുന്നില്ലല്ലേ? ഇല്ല, ഞാൻ കുറച്ച് മിമിക്രിക്കാരുടെ പോക കണ്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ ഒരു കാര്യം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിന് മുമ്പ് വന്ന് പെർഫോം ചെയ്തവരുടെയൊക്കെ പ്രകടനം കണ്ടല്ലോ. പിന്നെ നമുക്ക് അവരുടെ മേളിൽ പോകണം. അവരുടെ മേളില അവരുടെ മേളിൽ നിന്ന് അങ്ങ് പോകാന്നുള്ളല്ല ഉദ്ദേശിച്ചത്. അല്ല, പ്രകടനത്തിൽ അവരുടെ മേളിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആ ശ്രമം എന്തായാലും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് ദിലീപിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ദിലീപേട്ടൻ്റെ 2 വോയിസ് ചെയ്യാം. ദിലീപേട്ടൻ ആദ്യം സിനിമയിൽ വന്ന സമയത്തുള്ള വോയിസ്, കാക്കയ്ക്കും പൂച്ചയും കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ. ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ? വായിലേക്ക് മേടിക്കാൻ പോയിരിക്കും. ആർക്കാണാവോ? അച്ഛനോ കൊച്ചച്ഛനോ ചെറിയച്ഛനോ ഇത് നാട്ടാണ്ട് വല്ല അച്ഛനോ? ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കോളത്തിലാക്കിയല്ലേ? താങ്ക്സ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. അലക്കിയ പോത്ത അഴുക്കും തടവിയ പോത്ത തലയിലെടുത്തേണ്ടത്. കുട്ടി പൊക്കോളൂ. ഓക്കെ, ഗുഡ്. ഇനി അടുത്ത ഏതാണ് പുതിയ സ്റ്റൈൽ? ദിലീപേട്ടൻ്റെ ഈ കാലഘട്ടത്തിലെ പാപ്പിയ പച്ച എന്ന ചിത്രത്തിലെ എന്തടി നോക്കുന്നേ? ഉണ്ടക്കണ്ടി മത്തക്കണ്ടി കറുത്തമ്പേ, നീ പാപ്പിച്ചേന്റെ വെള്ളക്കുട്ടി പൊട്ടിക്കാൻ പാടുന്നത് കേട്ടു. PTA മീറ്റിംഗ് ഒക്കെ സ്കൂളിൽ വിളിച്ചു കൂട്ടി. 7ാം ക്ലാസ് വരെ നിന്റെ കൂടെ കളിച്ച് ചിരിച്ചു നടന്ന പഴയ പാപ്പിച്ചായ നീ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് പാപ്പിച്ചായ കൊണ്ടു കൊടുത്തും പടത് വലിയൊരു പ്രസ്ഥാനായി. അത് നിനക്കറിയാം. പക്ഷെ അറിയില്ലത് നീ കാണിക്കണ നാട്ടിട്ടല്ലോ. അത് ഈ പാപ്പിച്ചാരോട് വേണ്ട. ഹലോ മിസ്റ്റർ കോട്ടന്റെ സർ. അവിടെ You know മധു? yeah. അളിയത് എവിടെയാണിത്? 5 years. എത്ര നാളായി കണ്ടിട്ട്? 5 years. ഞാൻ സ്റ്റേറ്റ്സിലായിരുന്നു. ഇത് മധു കലാഭവൻ. കലാഭവൻ ഉണ്ടായിരുന്നു. കുറെ കൊല്ലം മിമിക്രി കളിച്ചിട്ടുണ്ട്. ഭയങ്കര ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ഇയാൾ അമേരിക്കയിലാണ്. ഒരു 5 വർഷം അല്ലടാ? 5 years. ഇത് സുധി കലാഭവൻ. കലാഭവൻ പ്രോഗ്രാം ചെയ്താണോ? സോറി, ഞാൻ കാണാറില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നീ എപ്പ എത്തി? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്തു. നീ ഇപ്പൊ മിമിക്രി കളിച്ച് അടയ്ക്കണോ? അതെ. എടാ, ഇത് കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ പോരെ. നിനക്ക് ഞാൻ സ്റ്റേഷനിൽ 1ാം തരം ജോലി ശരിയാക്കി തരാം. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന മണിയല്ലേ? അത് പണ്ട്. ഇപ്പൊ എനിക്ക് 3 പബ്സ് ഉണ്ട്. ഓ, വേണ്ട എന്നറിയോ, ഞാൻ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ തമാശകളൊക്കെ ആയിട്ട് എന്റെ പ്രേക്ഷകരുമായിട്ട് ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടിരുന്നോളാം. അതെനിക്ക് ഇഷ്ടം. ഇവിടെ എങ്ങനെ താമസിക്കാൻ സാധിക്കുന്നു? ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ അയ്യോ ഡർട്ടി കൺട്രി, ഐ എം വെരി 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 ടയർഡ് ആൻഡ് വീക്ക്. എന്തൊരു ചൂടാ, ഹ്യൂമിഡിറ്റി അൺസൈറ്റബിൾ. ഇത് നമ്മുടെ ചില മലയാളികൾക്കുള്ളതാണ്. കാര്യം ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കായിരിക്കും. എങ്ങനെയും സ്റ്റേറ്റ്സിലൊക്കെ പോയി 10 പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടിനോട് ഭയങ്കര പുച്ഛമായിരിക്കും. നീ ഇങ്ങനെ മാറിപ്പോയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. പിന്നെ AC ഉണ്ട്. AC ഇല്ല. സ്റ്റേറ്റ്സിലാണെങ്കിൽ ഞാൻ ഫുൾ ടൈം 24 hours AC-ലല്ലേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാല് ഇവന് പണ്ട് ABCD 4 അക്ഷരമുള്ളൂ. ആ അക്ഷരം പറഞ്ഞ അതിനകത്ത് 7 എണ്ണം തെറ്റായിരുന്നു. ഇവന് എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ശരിയാണ്, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. പക്ഷേ ഞാൻ 5 years a long time സ്റ്റേറ്റ്സിലായിരുന്നു. ഓക്കെ. അതിനിക്കട്ടെ, നീ ഇപ്പൊ എങ്ങോട്ട് പോന്നു? വീട്ടിൽ ഇരുന്നൊരു ഭയങ്കര ബോറടിയുന്നേ. വന്നപ്പോ തുടങ്ങിയാണ്. ജസ്റ്റ് ഫ്രണ്ട്സിലേക്ക് ഒന്ന് കാണാന്ന് വിചാരിച്ചു. ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങണം. ഓ, സ്വീറ്റ്സ് മേടിക്കണം. അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കട പറഞ്ഞുതരാം. നമ്മുടെ ഫ്രണ്ടിന്റെ മുന്നേ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നല്ല സ്വീറ്റ്സ് കിട്ടുന്ന ഒരു കടയാണ്. അവിടെ പോയി മേടിച്ചാൽ മതി.
ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ടെ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മതി. അതിരിക്കട്ടെ, നിനക്ക് ഏത് സീറ്റ്സാ മേടിക്കണ്ടേ? എന്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാലേ ഈ കുണ്ടറ ജോയി എന്ന് പറയുന്ന സീറ്റ്സാണ്. കുണ്ടറ ജോയി എന്ന് വെച്ചാൽ എന്റെ കുട്ടികൾ ചത്തുകളയും. കുണ്ടറ ജോയി അല്ല, അതിങ്ങനെ പൊട്ടിക്കുമ്പോ അതിനകത്ത് ഒരു തരം പാവ ഉണ്ടാവില്ല, ഇങ്ങനെ കുണ്ടറ ജോയി. പിന്നെ ചവിട്ടുമ്പോ ഇതാണോ കുട്ടികൾ ചിരിക്കുന്നേ? എടാ, അതിന് കുണ്ടറ ജോയി എന്നല്ല പറയുന്നത്, കിൻഡർ ജോയി. അമേരിക്കയിൽ നിന്ന് സൂട്ട് വിട്ട് ഇറങ്ങിയിരിക്കുക. പോ 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 പോകോ. കാണാം. മതി 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 പോകോ. See you. എന്താടാ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. എന്താണ് എന്ത് പറ്റി? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇക്ക മാത്രമുള്ള ചെയ്യാനായിട്ട്. എന്താ, നിനക്ക് വല്ല അസുഖം വല്ലാണോ? അസുഖമില്ല, അത് ഗുളികഴിച്ച് നോർമലാക്കിയല്ല, അസുഖത്തിന്റെ ഒന്നുമല്ല. എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് എന്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. ഭാര്യയും മക്കളെയൊക്കെ നമ്മൾ നോക്കൂലേ? അല്ല, ഭാര്യയുടെ വീട്ടുകാരും നോക്കിക്കോളും, മക്കളേക്ക് നോക്കണം കേട്ടോ. നമുക്ക് നോക്കാം. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? എന്താ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ പ്രേമം സിനിമ ഇറങ്ങിയല്ല, അതിപ്പോ വ്യാജമായിട്ട് നെറ്റിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. ഇപ്പൊ മറ്റേ സെല്ലുകാർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വിളിച്ചാക്കിയാണ്. ഏത് സെല്ലുകാര്? സുബേർ സെല്ല്. ഇത് സുബേർ സെല്ല് അങ്ങനൊന്നും ഇല്ലേ? ഈ വ്യാജമൊക്കെ പിടിക്കുന്ന സുബേർ സെല്ലില്ലേ? എടാ, സുബേർ സെല്ലല്ല, സൈബർ സെല്ല്. അതായിരുന്നു. നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ അമേരിക്കക്കാരെ കണ്ട് ഞങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ച് മിങ്കിളായിട്ട് സംസാരിക്കുകയും ചെയ്ത്. മധു എന്നാണോ പേര്? അതെ. അവനോട് സംസാരിക്കുന്ന ആരും ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. അതിരിക്കട്ടെ, നിന്നെ എന്തിനാ സെല്ലുകാരി വിളിപ്പിക്കുന്നത്? സെല്ലുകാർ വിളിക്കണ എന്തിനാണെന്ന് ഇനിയിപ്പോ പറയാൻ പറ്റൂല. ആരെയും കിട്ടില്ലെങ്കിൽ എന്നെ പിടിച്ച് സെല്ലിനകത്താക്കാനായിരിക്കും. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. പിന്നെ ഇയാളൊന്ന് പ്രാർത്ഥിച്ചേക്കട്ടെ, വെറുതെ അല്ലേ. എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കല്ലേ. ഇപ്പൊ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ ഓരോ സിനിമകൾ എത്ര കഷ്ടപ്പെട്ടാണ് എടുക്കുന്നത്. അത് ഇറങ്ങാൻ നോക്കിയിരിക്കും അതിന്റെ വ്യാജം ഇറങ്ങാൻ വേണ്ടി. നമുക്കൂടെ ഒന്ന് പോയി നോക്കാം. ഒന്നില്ലെങ്കിൽ ആളൊരു പാവാ, നമുക്കൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ സംസാരിച്ചോ. നമസ്കാരം. കണ്ണുകടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കണ്ണുകടി ഈ ആഴ്ച കടന്നു ചെല്ലുന്നത് ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. പ്രേമം. പ്രേമം എന്ന് പറയുന്നത് നിർവചിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ്. ദുഷ്യന്തന് ശകുന്തളയോട് തോന്നിയതുപോലെ, നളന് ദമയന്തിയോട് തോന്നിയതുപോലെ, ഷാജഹാന് മുംതാസിനോട് തോന്നിയതുപോലെ ഉള്ള പ്രേമം. எங்கேயும் காதல் விழிகளில் வந்து ஒவ்வொன்றும் பேச பெண்காலை சாரல் முகத்தினில் வந்து சட்டென்று மோத பொல்லாத பாடல். ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള പ്രേമങ്ങളാണ്. കേരളത്തിലും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രേമമാണ്. പ്രേക്ഷകരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച പ്രേമം എന്ന് പറയുന്ന സിനിമ. മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ. ഇവിടെയും പ്രേമം തന്നെയാണ് വിഷയം. പ്രേമം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലെത്തുന്നതിന് മുമ്പ് നെറ്റ് വഴി പ്രേക്ഷകരുടെ മുന്നിലെത്തി. ആരാണിതിന് ഉത്തരവാദി? ആരാണിത് നെറ്റിലിട്ടത്? പ്രൊഡ്യൂസറോ ഡയറക്ടറോ സെൻസർ ബോർഡോ എഡിറ്ററോ തിയേറ്റർ ഉടമയോ അതോ പ്രേക്ഷകരോ? ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ, രാഗങ്ങൾ, ഈണങ്ങളായി. ഈ വിവാദത്തിൻ്റെ ഉത്തരങ്ങൾ തേടിയാണ് കണ്ണുകടി എന്ന യാത്ര തുടരുന്നത്. ഈ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ സെൽഫോൻസ് പുത്രന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സാർ സാർ ആരാ? പത്രത്തിൽ ആയിരിക്കും. പനി ആയതുകൊണ്ടാണ് സാർ പുതച്ചു മൂടിയിരിക്കുന്നത്. പനിയായതുകൊണ്ട് പുതച്ചുകൂടി ഇരിക്കുമല്ല, ഞാൻ എൻ്റെ പുതിയ സിനിമയുടെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുതച്ചു മൂടിയിരുന്നാണ് തിരക്കഥ എഴുതുന്നത്. ഇങ്ങനെ എഴുതുമ്പോഴേ ആരെയും പേടിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് എഴുതി തീരുന്നതിന് മുമ്പ് തന്നെ ഇന്റർനെറ്റിൽ വരും. സാറിന്റെ പ്രേമം എന്ന ചിത്രം നെറ്റിലെത്തിയതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? അത് വളരെ നികൃഷ്ടവും ശ്ലാഘനീയവും ജുഗുത്സാവഹവും വസ്തുനിഷ്ഠതയും അതുപോലെ സാർ, തന്നെ സാർ, 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 പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി സാർ. പച്ച മലയാളത്തിലാണെങ്കിൽ പന്നത്തരവും നാടിത്തരവും തെണ്ടിത്തരവും തന്തയില്ലായ്മത്തരവും ആയിപ്പോയി. അതുപോലെ തന്നെ കുറച്ചുകൂടെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അയ്യോ വേണ്ട സാർ, വേണ്ടേ? ഈ മലയാളം തന്നെ താങ്ങാൻ പറ്റുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട.
സാറിന് ആരെയാണ് സാർ സംശയം? എനിക്ക് എല്ലാണ്ടത്തിനും സംശയമോ? ചായ കൊണ്ടുവരുന്ന പയ്യനെ വരെ എനിക്ക് സംശയമോ? അവൻ എങ്ങനെ എടുക്കാനാണ് സാർ? അവര് ചായയും വടയും കൊണ്ടുവരുമ്പോ എടുക്കാമല്ലോ. അതെങ്ങനെയാണ് സാർ? ഈ ഉഴുന്നുവടയുടെ തുളയിലേ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൂടെ? അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ലഡു അതിന്റെ ഉണക്കമുന്തിരിക്ക് പകരം ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൂടെ? അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തിനും സംശയമാ. സാറിന് വേറെ ആരെങ്കിലും സംശയമുണ്ടോ? ഈ ചിത്രത്തിന്റെ ക്യാമറമാൻ എനിക്ക് സംശയമുണ്ട്. ഈ ചിത്രത്തിന്റെ ക്യാമറമാൻ ക്യാമറ ഒളിപ്പിച്ച് വെച്ച് ഷൂട്ട് ചെയ്യാമല്ലോ. ക്യാമറ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സാർ പടം ഷൂട്ട് ചെയ്യുന്നത്? ആ ക്യാമറയല്ല, ഒളിക്യാമറ ഒളിച്ച് വെച്ച് ഷൂട്ട് ചെയ്തുകൂടെ? അതുപോലെ തന്നെ എനിക്ക് തിയേറ്റർ ഉടമകളെ സംശയമുണ്ട്. തിയേറ്ററിൽ പടം നടക്കുമ്പോൾ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്ത് അവർക്ക് ഇന്റർനെറ്റിൽ ഇട്ടൂടെ? സാർ നെറ്റിൽ ഈ പടം കണ്ടോ? പിന്നെ 5 വട്ടം കണ്ടു. 5 പ്രാവശ്യമോ? പിന്നെ ഈ തിയേറ്ററിൽ പോയി ടിക്കറ്റും എടുത്ത് ഉന്തും തള്ളും കൊണ്ടിരുന്ന് കാണുന്നതിനെക്കാട്ടിലും മനസ്സമാധാനമായിട്ട് വീട്ടിലിരുന്ന് കാണാമല്ലോ. പക്ഷേ ഇന്റർനെറ്റിൽ ഇട്ടവനെ ഞാൻ പൊക്കിയിരിക്കും. അതിനുവേണ്ടി ഞാൻ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. വിടില്ല, ഞാൻ അവനെ വിടില്ല. ആഹാ. സിനിമ എന്ന് പറയുന്നത് കോടികൾ മുടക്കിയുള്ള ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ചിത്രങ്ങൾ ഇതേപോലെ നെറ്റിൽ വരാൻ തുടങ്ങിയാൽ പാവം നിർമ്മാതാക്കളുടെ കാര്യം കട്ടപ്പോക. ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് സൽമാൻ റഷീദിനും പറയുവാനുണ്ട് ചില കാര്യങ്ങൾ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇല്ലാത്ത കാശ് മുതൽ മുടക്കി ഉണ്ടാക്കിയ പടമാണത്. ഈ പടം നെറ്റിലിട്ട് തല ഇടുത്തി വീഴുള്ളൂ. ഈ കേസിന് ഒരു തുമ്പ് കിട്ടുന്നതിന് വേണ്ടി ആരെ ചോദ്യം ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അപ്പൊ താനാണ് തിയേറ്റർ ഓണർ? അതെ. തന്റെ തിയേറ്ററിലാണ് ഈ സിനിമ ആദ്യമായി റിലീസ് ചെയ്തത്? അല്ല സാറേ, നെറ്റില. ആ നെറ്റിലിട്ട ആരാണെന്ന് എനിക്കറിയണം. അതിന് നെറ്റിലിട്ട ആളെ ചോദിച്ചാൽ പോരെ, അപ്പൊ അയാൾ പറയില്ല അതാരാണ്. എന്താരാണെന്ന്? അല്ല, നെറ്റിലിട്ടത് ആരാണെന്ന്. എടോ, നെറ്റിലിട്ട ആളെ പിടിച്ചാൽ പിന്നെ അയാൾ എന്തിനാ പറയുന്നത് ആരാണെന്ന്? അല്ല സാറേ, അയാൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ നെറ്റിലിട്ട ആരാണെന്ന്. എടോ, നെറ്റിലിട്ട ആളെ അല്ലേ പിടിച്ചത്? ആ, അപ്പൊ അയാളാണ് പറയേണ്ടത് ആരാണെന്ന്. എന്താണെന്ന്? നെറ്റിലിട്ടത് ആരാണെന്ന്. ഈ തിയേറ്ററിൽ പുതിയ പടങ്ങളാണോ റിലീസ് ചെയ്യുന്നത്? പിന്നെ പഴയ പടങ്ങൾ റിലീസ് ചെയ്ത ആൾക്കാർ വരുമോ സാറേ? തിയേറ്ററിൽ എത്ര പേർക്ക് ഇരിക്കാം? വരുന്നവർക്കല്ലേ അവർക്ക് ഇരിക്കാം. എടോ, എത്ര സീറ്റ് ഉണ്ടെന്ന്? 1000. ഇപ്പൊ 700 ഉള്ളു. അതെ. 3 പുതിയ പടം റിലീസ് ചെയ്ത പടം പൊളിയായതുകൊണ്ട് അവർ കസേരയും പൊളിച്ചോണ്ട് പോയി. ഇനി അത്തരം പടം റിലീസ് ചെയ്ത പ്രൊജക്ടറും പൊളിച്ചോണ്ട് പോകുമെന്ന് അവർ പറഞ്ഞത്. പ്രൊജക്ടർ റൂമിൽ ആരാ ഇരിക്കുന്നത്? അവിടെ പ്രൊജക്ടറാണ് സാർ ഇരിക്കുന്നത്. താൻ തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്റെ തിയേറ്ററിൽ റിലീസ് ചെയ്ത പ്രേമം എന്ന പടം ഷൂട്ട് ചെയ്ത് നെറ്റിലിട്ടതല്ലേ? അല്ല സാർ. തന്റെ മൊബൈൽ ഏതാ? IG സാർ. IG എന്ന് ഉദ്ദേശിച്ചത് എന്റെ മൊബൈലാ. എടോ, ഇത് IG അല്ല, LG. ഈ തിയേറ്ററിൽ പടം ഓടിക്കുന്ന ആരാ? അത് ബൈജു കുട്ടനാണ് സാർ. ബൈജു കുട്ടൻ. എന്താടാ നിന്റെ പേര്? ബൈജുക്കുട്ടെന്നാ സാറേ. നീയാണല്ലേ ആ സിനിമാ തിയേറ്ററിൽ ഓപ്പറേറ്റർ? അതെ സാർ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞോണം. പക്ഷെ ചോദ്യം അറിയില്ല സാറേ. നീ ചോദ്യം അറിയും, ഉത്തരം അറിയും. അപ്പോൾ ഈ പ്രേമം എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് റിലീസ് ചെയ്തത് നിങ്ങളുടെ തിയേറ്ററിലാണ് അല്ലേ? അതെ സാർ. അപ്പൊ ജനങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ കണ്ടത് നിങ്ങളുടെ തിയേറ്ററിൽ വെച്ചാണ്? അതെ. പക്ഷെ നെറ്റിൽ നിന്ന് ജനം കണ്ടതിന് ശേഷമാണല്ലോ സാർ തിയേറ്ററിൽ ഈ പടം വന്നത്. തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് ഈ സിനിമ ആരുടെ കയ്യിലായിരുന്നു? പ്രൊഡ്യൂസറുടെ കയ്യിൽ. അപ്പൊ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഈ സിനിമ വന്നത് തിയേറ്ററിലല്ലേ? അതെ. പക്ഷെ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് ഓൾറെഡി നെറ്റിൽ വന്നല്ലോ സാർ. എടോ, തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് പ്രൊഡ്യൂസറുടെ കയ്യിൽ. അതിനു മുമ്പ് നെറ്റിൽ വന്നപ്പോഴോ? അപ്പൊ പ്രൊഡ്യൂസറുടെ കയ്യിൽ പടം ഇല്ലല്ലോ സാർ, ഓൾറെഡി തിയേറ്ററിൽ വന്നില്ലേ? ഇപ്പൊ എവിടെയാ സിനിമ കളിക്കുന്നത്? തിയേറ്ററിൽ. അവിടെ കളിക്കട്ടെ. അല്ല സാർ, ഈ നെറ്റിൽ അങ്ങനെ ഈ പടം വന്നെന്ന് സാറിന് അറിയണ്ടേ? അറിയണം. അതാണ് ഞാൻ ചോദിച്ചത്. ഈ പടം തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് പ്രൊഡ്യൂസറുടെ കയ്യിലല്ലേ? അതെ. ആ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് ഈ പടം എങ്ങനെ നെറ്റിൽ വന്നു? അപ്പൊ പ്രൊഡ്യൂസറുടെ കയ്യിൽ പടം ഇല്ലല്ലോ, അപ്പൊ തിയേറ്ററിലേക്ക് വന്നില്ലേ? എടോ, തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പോ? പ്രൊഡ്യൂസറുടെ കയ്യിൽ. അപ്പൊ പ്രൊഡ്യൂസറുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പോ? തിയേറ്ററിൽ. പ്രൊഡ്യൂസറുടെയും തിയേറ്ററിന്റെയും അടുത്തെത്തുന്നതിന് മുമ്പോ? അപ്പൊ പിന്നെ നെറ്റിലല്ലേ? നെറ്റിൽ ഈ വൈറസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? പക്ഷെ പൈറസി ഒരു രക്ഷയില്ല. ഒരു സൈഡിൽ തിയേറ്ററിൽ നെറ്റിലുമായി പ്രേമം എന്ന സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. മറു സൈഡിൽ
അതിനെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ആരെയും വിടാൻ തൽക്കാലം അവർ ഉദ്ദേശിക്കുന്നില്ല. സെൻസർ ബോർഡിനെയും വിജിലൻസ് പിടികൂടുകയും. നിങ്ങളാണോ ഈ സെൻസർ ബോർഡിലെ ചീഫ് എഡിറ്റർ? ഇവിടെ ഇവിടെ താങ്കളാണോ ഈ സെൻസർ ബോർഡിലെ ചീഫ് എഡിറ്റർ? ഒരാളുണ്ടായിരുന്നു. എന്നെ കാണാൻ പറ്റുന്നുണ്ടാ? ഒരു പാട പോലെ കാണാം. മനുഷ്യനാണോ? നിങ്ങളാണോ ഇവിടത്തെ ചീഫ് എഡിറ്റർ? ഞാൻ തന്നെ. അപ്പൊ നിങ്ങളാണോ ഈ ഫിലിം സെൻസർ ചെയ്തത്? അതെ അതെ. ഈശ്വര, മലയാള സിനിമയുടെ ഒരു ഗതികേട്. ഇവിടെ സെൻസർ ചെയ്യുന്നത് നിങ്ങൾ എത്ര പേരാണ്? അവാർഡ് പടമാണെങ്കിൽ തിമിരം ബാധിച്ച് ഞാൻ തന്നെ സെൻസർ ചെയ്യും. പിന്നെ സൂപ്പർ സ്റ്റാർസിന്റെ പടമാണെങ്കിൽ ഞങ്ങൾ 3-4 പേരുണ്ടാവും. പിന്നെ ഷക്കീലയുടെയൊക്കെ പടമാണെങ്കിൽ ഞങ്ങൾ 12 പേര് ഒരുമിച്ച് തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് വീട്ടുകാരും അതിലൊക്കെത്തുള്ള പയ്യന്മാരും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നായിരുന്നോ? ആ സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നായിരുന്നോ? വന്നായിരുന്നു. ആരാണത്? എന്റെ അളിയൻ വന്നായിരുന്നു. എന്തിനാണ് വന്നത്? കമോൺ കമോൺ. ദുബൈന്ന് 2 മാസത്തെ ലീവിന്. അതല്ല ഞാൻ ചോദിച്ചത്. ഈ സമയത്ത് ഈ ഓഫീസിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നായിരുന്നോ? അത് വന്നായിരുന്നു. ആരാണ്? കമോൺ. ഈ ഓഫീസിലെ സ്റ്റാഫ് ഒക്കെ പുറത്തു നിന്നാ വരുന്നത്. അവരാരും ഇവിടെ താമസിക്കുന്നില്ല. അതല്ല ഞാൻ ചോദിച്ചത്. ഈ ഓഫീസിൽ നിന്ന് ആരെങ്കിലും ആ സമയത്ത് പുറത്തേക്ക് പോയോ? ആരാണ്? കമോൺ കമോൺ. ഈ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ജോലി കഴിഞ്ഞ് 5 മണിയാകുമ്പോ ഓഫീസിൽ നിന്ന് പുറത്തേക്കാ പോകുന്നത്. എന്റെ പൊന്നെ, സെൻസറിങ് നടന്നപ്പോൾ ആരെങ്കിലും ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയോ? പോയി. ആരാണ്? നമ്മുടെ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ല ആ സുധാകരൻ പുറത്തേക്ക് ബാത്റൂമിലേക്ക് പോയായിരുന്നു. ഓഹോ, ബാത്റൂമിലേക്ക് പോയായിരുന്നു. നിങ്ങൾക്കപ്പോ എന്തെങ്കിലും സംശയം തോന്നിയായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയായിരുന്നോ? മൂത്രം ഒഴിക്കാൻ പോകുന്നതാണ് ഞാൻ അതേ സംശയിക്കുന്നത്. ഓക്കെ, അയാൾ മൂത്രം ഒഴിക്കാൻ നേരെ ബാത്റൂമിലേക്കാണോ പോയത്? പിന്നെ അല്ലാതെ സൂപ്രണ്ടിന്റെ മേശപ്പുറത്ത് മൂത്രം ഒഴിക്കും. മിസ്റ്റർ, ഞാൻ അതല്ലേ ചോദിച്ചത്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നോ? അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നോ? അതിന് ബാഗിലാണോ മൂത്രം ഒഴിക്കുന്നത്? ശരിക്ക് സാധാരണ നിങ്ങൾ എത്ര പേരാണ് ഇവിടെ? ഇവിടെ ഞങ്ങൾ മൊത്തം 12 പേരാ. ഈ 12 പേരെ കൂടാതെ നിങ്ങൾ വേറെ ആരെങ്കിലും ഉണ്ടാകാറുണ്ടോ? ഞങ്ങൾ 12 പേര് തന്നെ ഉണ്ടാവാറില്ല. പിന്നല്ലേ വേറെ ആൾക്കാർ. ഓക്കെ, ഈ പ്രേമം എന്ന പടം നിങ്ങൾ ആരാണ് സെൻസർ ചെയ്തത്? അത് ഒരു കഥയാ. അതായത് ഞാൻ ആദ്യം കുറച്ച് വെട്ടിക്കൂട്ടും. എന്നിട്ട് അതെല്ലാം കൂടെ എടുത്തിട്ട് സദാശിവൻ സാറിന്റെ മേശപ്പുറത്ത് കൊണ്ടുവെക്കും. സദാശിവൻ സാറ് അതിനകത്ത് ആവശ്യമുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നേരെ സുഷമ മാഡത്തിന്റെ മേശപ്പുറത്ത് കൊണ്ടുവെക്കും. സുഷമ മാഡവും വർഗീസ് സാറും കൂടെ അവിടെ ഒരുമിച്ചിരുന്നൊരു സെൻസറിങ്. ഓക്കെ, അവരെന്തിനാണ് ഒരുമിച്ചിരുന്ന് സെൻസർ ചെയ്തത്? അവരെന്തിനാണ് ഒരുമിച്ചിരുന്ന് സെൻസർ ചെയ്തത്? അവര് തമ്മിൽ ഭയങ്കര പ്രേമത്തില. ഒരുമിച്ച് സെൻസർ ചെയ്യത്തുള്ളൂ. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ മിച്ചമുള്ളത് എടുത്ത് നേരെ സൂപ്രണ്ടിന്റെ മുറിയിൽ കൊണ്ടുവെക്കും. സൂപ്രണ്ട് പിന്നെ കേറി ഇറങ്ങി അങ്ങ് സെൻസറിങ്. ഈ പടത്തിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾ സെൻസർ ചെയ്യുന്നത്? നിങ്ങൾ ഏത് പടത്തിന്റെ കാര്യമായി? പ്രേമം എന്ന് പറഞ്ഞ ഈ പിക്ചർ ആര് കണ്ടു? അപ്പൊ പടം കാണാതെയാണ് സെൻസർ ചെയ്യുന്നത്? ഈശ്വര, ഇത് സെൻസർ ബോർഡല്ല, സെൻസ് ഇല്ലാത്തവരുടെ ബോർഡാണ്. ഭരണങ്ങൾ മാറി വരുന്നു, ഭരണകർത്താക്കളും മാറി വരുന്നു. എന്നിട്ടും ഇതുപോലെയുള്ള വ്യാജന തടയാൻ ആർക്കും കഴിയുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രിക്കും പറയുവാനുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേമം എന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ്. മനസ്സിലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പ്രേമിക്കുന്നവരെ വിളിച്ചിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എത്ര സുഖകരമായ കാര്യമാണെന്നറിയാം. പിന്നെ പ്രേമിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പെണ്ണിനെ പ്രേമിക്കുന്ന വിവരം അവരുടെ വീട്ടുകാരറിയരുത്. ആങ്ങളമാരെല്ലാം കൂടെ വന്നിട്ട് അവരുടെ കൈകൊണ്ട് കവളത്തൊരു പ്രേമത്തിൻ്റെ ഒരു പ്രകടനമാണ്. അത് മാത്രമാണ് ഈ പ്രേമത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാറ് പ്രേമിച്ചിട്ടുണ്ടോ? ഇപ്പം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. ഇതൊക്കെ കുസൃതികൾ ഒപ്പിച്ചിട്ടുണ്ട്. ഞാനും സ്കൂളിൽ പഠിച്ച സമയത്ത്
ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു. എന്താ പ്രേമമെന്ന് പറയുന്നത് വിശുദ്ധമായ പ്രേമമായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഞാൻ പ്രേമിക്കുന്നുള്ളത്. വൺ വേ പ്രേമമായിരുന്നു. പണ്ടൊക്കെ 1 വേ ആയിരുന്നല്ലോ, ഇപ്പോഴല്ലേ 4 വേയും 6 വേ ഒക്കെ ആയത്. മനസ്സിലായില്ല. പണ്ടൊക്കെ ഒരാളെ പ്രേമിക്കുകയുള്ളൂ, ഇപ്പൊ അങ്ങനെയാണോ? ഓരോരുത്തർക്കും ഉണ്ടല്ലോ 4ഉം 5ഉം പ്രേമം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. എന്നിട്ട് ആ കുട്ടി അറിഞ്ഞായിരുന്നു സാറേ പ്രേമം? അത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലാണ് ആ കുട്ടിക്കുള്ള കത്ത് കൊടുത്തയച്ചത്. അങ്ങനെ കത്ത് കൊടുത്തും വാങ്ങി അവർ തമ്മിൽ പ്രേമത്തിലായി. ഞാൻ പുറത്തു. അതാണ് സംഭവിച്ചത്. സാറേ, പ്രേമം സിനിമ നെറ്റിൽ വന്നതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? വളരെയധികം ദുഃഖമുള്ളൊരു കാര്യമാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം. ആ പ്രൊഡ്യൂസറുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും പണം മുടക്കിയിട്ട് ആ പാവത്തിന് എന്തോരം വേദനയുണ്ടായി കാണും. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും കമ്പ്യൂട്ടറുമായിട്ട് പ്രേമത്തിലാണ്. പണ്ട് വൈഫിനെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടം, ഇപ്പം വൈഫൈയാണ് ഇഷ്ടം. അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും അടുത്ത നിയമസഭ കൂടുന്ന സമയത്ത് ഇതിന് എതിരെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കും. എന്ന് കൂടും സാർ? അത് ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. കൂടിയാ കൂടി, പിന്നെ കൂടിയിട്ടും കാര്യമുണ്ടോയെന്ന് തോന്നുന്നില്ല. തുടങ്ങുമ്പോൾ തന്നെ അവന്മാർ എന്തെങ്കിലും ഒരു കാര്യവും പറഞ്ഞ് പ്ലക്കാർഡും എടുക്കും, വാക്കൗട്ട് നടത്തും, കുറേ എന്തൊക്കെയോ വിളിച്ച് പറയും. അതാ വഴിക്ക് പോകും, ഞാൻ ഈ വഴിക്ക് പോകും. അമ്മയെ തല്ലിയാലും ഉണ്ടാവും 2 പക്ഷം. മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ അടുത്തത് നമ്മൾ കാത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്താണ് പറയുന്നത് അറിയാനായിരിക്കും. സാറേ, പ്രേമത്തെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? പണ്ടൊക്കെ പ്രേമിക്കുമ്പോഴേ പുരുഷന്മാർക്ക് ഒരു അല്പം നാണവും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതാണോ? സ്ത്രീകൾ ഇങ്ങോട്ട് കയറി പ്രേമിക്കുകയല്ലേ. കേട്ടിട്ടില്ലേ? ഐഡാ, സോറിടാ, ഐ മിസ് യുടാ. 1 മാസം കഴിയുമ്പോൾ കേൾക്കുന്നു ഐ ഹേറ്റ് യുടാ. തല്ലി പിരിഞ്ഞു പോകുന്നതും കാണാം. സാറേ, പ്രേമ സിനിമ നെറ്റിൽ വന്നതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? എനിക്കതിനെക്കുറിച്ച് ഒന്നേ പറയാനുള്ളൂ. അയാൾക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അയാൾക്കെതിരെ? അതെ, മുഖ്യമന്ത്രിക്കെതിരെ. അല്ല, മനസ്സിലായില്ല. മുഖ്യമന്ത്രി രാജിവെക്കണം. അല്ല സാറേ, പ്രേമ സിനിമ നെറ്റിൽ വന്നതിന് മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം? അതേ എനിക്ക് പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം. വെക്കണം. അല്ല, ഇത് കൂടാതെ നിങ്ങൾ ആരോടെങ്കിലും ഇത് ചോദിക്കാൻ പോകുന്നുണ്ടോ ഈ പ്രേമത്തെ കുറിച്ച്? അല്ല, ഞാൻ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് സാർ. അയാളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. എന്താ സാർ? അയാളെ കണ്ട് എഴുന്നേറ്റില്ലെങ്കിൽ അയാൾ അപ്പം തന്നെ സ്ഥലം മാറ്റും. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന പഴഞ്ചൊല്ല് ഇപ്പോഴാണ് ശരിക്കും ചേർന്നത്. എന്തായാലും ഇതൊരു ആഭ്യന്തര പ്രശ്നമായതുകൊണ്ട് തന്നെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കും പറയുവാനുണ്ടാവും ചില കാര്യങ്ങൾ. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, തിരുവനന്തപുരത്തിരിക്കുന്ന ഐ ജിയെ കോഴിക്കോട്ടേക്കും, കോഴിക്കോട്ടിരിക്കുന്ന ഐ ജിയെ എറണാകുളത്തേക്കും, ആലപ്പുഴയിലിരിക്കുന്ന എസ് പിയെ കായംകുളത്തേക്കും, കായംകുളത്തിരിക്കുന്ന എസ് പിയെ ആറ്റിങ്ങൽ ട്രാഫിക്കിലേക്കും മാറ്റും. അതുപോലെ തന്നെ കണ്ണൂരിരിക്കുന്ന കമ്മീഷണറെ വിജിലൻസിലേക്കും, തൃശ്ശൂരിരിക്കുന്ന റൂറൽ എസ് പിയെ ക്രൈം ബ്രാഞ്ചിലേക്കും മാറ്റും. ഇങ്ങനെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അല്ല സാറേ, ഈ കേസിന് ഇവരെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റണം എന്തിനാ? ഇപ്പോഴല്ലടോ ഇതൊക്കെ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല. ആഭ്യന്തരം ഉള്ളപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ശരി. അപ്പൊ കേസ് മുന്നോട്ട് പോകും, ആരും കൈ കടത്തത്തില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കില്ലെന്നർത്ഥം. പ്രേമം സിനിമ എങ്ങനെ ഇൻ്റർനെറ്റിൽ വന്നു? ഉത്തരം കിട്ടാത്ത, ആർക്കും വേണ്ടാത്ത കുറച്ച് അലമ്പ് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് കണ്ണുകടിയും യാത്രയാവുന്നത്. ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ ഞാൻ ആലപിക്കാൻ ശ്രമിക്കാം. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിതീകിയ സാറേ. എന്താ സാറേ, എന്താ? അല്ല, ഈ പ്രോഗ്രാം നിങ്ങൾ എന്ന് ടെലികാസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത ആഴ്ച. നടക്കൂല. എങ്കിൽ അടുത്ത ആഴ്ച. അല്ല, അത് നടക്കൂല എന്നാണ് ഞാൻ പറയുന്നത്. അതെന്താ? സാറേ, ഈ പ്രോഗ്രാം നെറ്റിൽ വന്നെന്ന്.
ഇപ്പോ പ്രേക്ഷകർ മുഴുവൻ ഇത് കണ്ടോണ്ടിരിക്കല്ലേ, പിന്നെ അടുത്ത ആഴ്ച ടെലികാസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടാ? അപ്പൊ ഇതും നെറ്റിലായോ? അപ്പൊ ഞാൻ വീട്ടിലായി. എങ്കിൽ ആദ്യം കണ്ണുകളുടെ അന്വേഷണം ഇതിന്റെ പുറകെയാകാം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗലയിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. അവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഈ കാണുന്ന വേണ്ട. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അഞ്ജലിക്ക് മനസ്സിലായോ? ഞാൻ ചൂടാവൂടാ, നിനക്ക് അറിയണോടാ? ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. എന്തിനാണ് കണ്ണീര് കുടിക്കുന്നേ? കിണറ്റ് ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, കോരി കോരി കുടിച്ചോ. വെൽക്കം ബാക്ക് ടു ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗല. കൊല്ലം ജില്ലയുടെ അഭിമാനതാരം, മലയാള സിനിമയുടെ അഭിമാനതാരം, 35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ജയൻ സാറിൻ്റെ ശബ്ദം. സാധാരണ മിമിക്രിയിൽ ഒരുപാട് നീട്ടിയാണ് അദ്ദേഹത്തിന് ജഗ്ഗു എന്നൊക്കെ പറഞ്ഞാണ് സാധാരണ അവതരിപ്പിക്കാറ്. നമുക്ക് അതിൽ നിന്ന് മാറ്റി പിടിക്കാം. What did you say? Beggars. Maybe we are poor, coolies, trolley pullers, but we are not beggars. You enjoy this status in life because of our sweat and blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. Sorry, sir. ഞാൻ ഒരുപാട് പേര് ജയൻ സാറിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും എന്താ പറയുക, അമേസിങ് എന്നല്ല, എന്തായാലും പറഞ്ഞതല്ല, അതിമനോഹരമായിരിക്കുന്നു. കാര്യം വളരെ നാച്ചുറലായിട്ട് അത് ആ സിനിമയിൽ എങ്ങനെയാണ് ജയൻ സാറ് പെർഫോം ചെയ്തത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായി. ഇനി നമുക്ക് ഒടുവിലേട്ടൻ്റെ ശബ്ദം. ഒടുവിലെടുത്താൽ മതിയോ അതോ ആദ്യം എടുക്കണോ? പേരിൽ ഒടുവിലാണെങ്കിൽ അഭിനയത്തിൽ ഒന്നാമനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഒടുവിലേട്ടൻ. എന്താ ഇപ്പൊ പറയാ, കൃഷ്ണനാളുടെ മകളെ പുറമുടിയ പോണം, ഞാനും കൃഷ്ണനാരും തമ്മിൽ അത്രയ്ക്ക് അടുപ്പല്ലേ, അതിനിടയില ഇപ്പൊ ഇത്. എന്നാ പിന്നെ വിളിച്ചാൽ മതി, വന്നു പോകാം. കാഴ്ചയ്ക്ക് ഇവൻ പ്രേമനസീർ ആണെങ്കിലും ഉള്ളിൽ ഭരതുഗോപിയ, പ്രണയരോഗം ലേശില്ല. എന്നാ പിന്നെ ശരിക്കും മലയാള സിനിമയുടെ വലിയ നഷ്ടങ്ങളിലൊന്നാണ് ഒടുവിലേട്ടനൊക്കെ. ഇപ്പം ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. കാര്യം അധികം പേര് അദ്ദേഹത്തെ അനുകരിച്ചായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ 2 ചിത്രങ്ങളിൽ ഞാൻ ഡബ് ചെയ്തിരുന്നു. ഏതൊക്കെ സിനിമയായിരുന്നു? മാറാത്ത നാട്, വടക്കൻ സഖ്യ എന്ന് പറയുന്നത് 2 പടം. ഓക്കെ, അപ്പോൾ അടുത്ത കേൾക്കാം. ഇനി ഇതുപോലെ ഡബ്ബിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കുറച്ച് എപ്പിസോഡുകളിൽ പഠനച്ചേർത്ത് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുത്ത് KTS പഠനം. എന്തിനാണ് കണ്ണീര് കുടിക്കുന്നേ? കിണറ്റ് ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, കോരി കോരി കുടിച്ചോ. അവന് താരം കൈമാറുന്ന സമയത്ത് നിന്നെ ഇവിടുത്തെ കണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ചോര ചട്ടിച്ച് ചത്തേനെ. ഓക്കെ സ്ഥിതി, നമുക്ക് അടുത്ത് കേൾക്കാം. തിലകൻ ചേട്ടൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് ശബ്ദത്തിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കാണുമല്ലോ, ആ ഉസ്താദ് ഹോട്ടലിലും ഒക്കെയുള്ള ആ ഒരു ശബ്ദം തന്നെയായിരിക്കും. എൻ്റെ മനസാക്ഷി കോടതിയിൽ ഞാൻ കൊണ്ടുവരുന്ന കേസിൻ്റെ വാദം ഇന്ന് തുറക്കാൻ പോവുക. ഒരു നടൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ അവസരങ്ങളെ ഇല്ലാതാക്കുക, അവനെ ഫീൽഡിൽ നിന്നും മാറ്റി നിർത്തുക. എന്നിട്ട് ആ നടൻ മരിച്ചു കഴിയുമ്പോൾ തിലകൻ ചേട്ടൻ ആനയാണ്, ചേനയാണ് എന്ന് പറയുന്ന ഇവിടുത്തെ താരങ്ങളോട് എനിക്ക് പുച്ഛമാണ്, പുച്ഛം. ഈ ചുമ കേൾക്കുമ്പോൾ എനിക്ക് വേറൊരു ശബ്ദം ഓർമ്മ വരുന്നത്. എന്ത്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. പുകവലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതെ അതെ, സിഗരറ്റിനൊക്കെ ഇപ്പം എന്താ വില. പക്ഷെ ഈ ചുമ സിഗരറ്റിൻ്റെ അല്ല കേട്ടോ, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. ഇത് ഞാൻ നിന്റെ പെർഫോമൻസ് കണ്ട് ചിരിച്ച് ചുമച്ച് പോയതാണ്. പെട്ടെന്ന് ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോഴേ ആദ്യം ഇതിങ്ങനെ ആയിരുന്നില്ല അല്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നും പറഞ്ഞത്. ഈ നമുക്ക് ആ ശബ്ദം പലപ്പോഴും പരിചയമില്ല, ഇതാരുടെയാണെന്ന് അറിയില്ല, ആളെ കണ്ടിട്ടില്ല, എന്നാലും നമ്മളെ ശബ്ദത്തെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അറിയാവുന്ന ഒരാളാണ് ഈ അനൗൺസ്മെന്റ് ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. നമ്മുടെ മധുസാറാണ് ഈ ശ്വാസകോശം അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ. ശ്വാസകോശ സ്പോഞ്ച് പോലെ പട്ടി
വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലെൻസ് ഉപയോഗിക്കുന്നു. എടാ, ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അഴിഞ്ഞുകൂടിയ കറ പുറത്തെടുത്താൽ ഏകദേശം എൻ്റെ അത്രയും വരും. നിന്നെയൊക്കെ രോഗിയാക്കാൻ അനുമതി, വലിയ രോഗി. ഇക്ക മധുസാറിന്റെ ശബ്ദം നന്നായിട്ട് അനുകരിച്ചത് കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം, മധുസാറിന്റെ ശബ്ദത്തിൽ ഒരു പാട്ട് പാടിയേ കൊള്ളാവുന്ന. ഏത് പാട്ടാ പാടുന്നത്? ഈ അൽഫോൺസ പുത്രനാണ് ചെമ്മീൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മാനസമയിലേക്ക് പകരം ഈ കാലഘട്ടത്തിലെ ഒരു സ്റ്റൈലിലായിരിക്കും അദ്ദേഹം പാട്ട് അതിൽ ചിത്രീകരിക്കുന്നത്. അവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഈ കാണുന്നവരുമായിരുന്നു വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലെങ്കിലും ശ്രീമത്വം കോണ്ട. ഞാൻ മലയാളത്തിലെ പട്ടി പറയുന്ന അവൾ വേണ്ട, ഇവിടെ വേണ്ട, ഈ കാണുന്നവരുമായിരുന്നു വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലെങ്കിലും ശ്രീമത്വം കോണ്ട പട്ടി. ഇനി അടുത്ത ഏതാണ് സ്ഥിതി? ഇനി ന്യൂ ജനറേഷനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ജോയ് മാത്യു ചെയ്യാം. ജോയ് മാസാർക്ക് ന്യൂ ജനറേഷൻ ആണോ? അല്ല, പ്രായം കൊണ്ട് അദ്ദേഹം ഓൾഡ് ജനറേഷൻ ആണെങ്കിലും ഇപ്പോഴത്തെ സിനിമകളിലൂടെയാണല്ലോ, ആമേൻ അങ്ങനെയുള്ള സിനിമകളിലൂടെ. ന്യൂ ജനറേഷൻ. കുമരംഗിരി പള്ളി വികാരി ഫാദർ ഒറ്റപ്ലാക്കനാണ്. പള്ളി പൊളിക്കണോ, ബാൻഡ് പിരിച്ചു വിടണോ, സോളമനി ശോഷനെ കെട്ടിച്ചു കൊടുക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഞാനായിരിക്കും. ചില കാര്യങ്ങൾ ഫാദർ ഒറ്റപ്ലാക്കിന് സ്വന്തം ശരികളുണ്ട്. അത് മറ്റുള്ളവർക്കും ശരിയാണെന്ന് തോന്നാൻ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഫാദർ വിൻസെൻ്റ് പട്ടോളി കുരിശിൽ കിടന്ന് മരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവല്ലേ? ഫാദർ വിൻസെൻ്റ് പട്ടോളിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി കാനൂര് വരെ പോകണ്ട. ന്യൂ ജനറേഷനിൽ വേറൊരു താരം അനൂപ് മേനോൻ. കാണാൻ നീ അമ്മച്ചയെ പോലാണെങ്കിലും അപ്പൻ്റെ മനസ്സാ നിനക്ക്. അമ്മ മരിച്ചപ്പോൾ അപ്പം പറയുന്നുണ്ടായിരുന്നു, കിടന്നറിയിക്കാത്തവൾ നേരത്തെ പോകാൻ നന്നായെന്ന്. ചിരിച്ചുകൊണ്ട് അപ്പച്ചനാണ് പറഞ്ഞത്. പക്ഷെ അപ്പൻ്റെ ഉള്ളിൽ പിടയ്ക്കുന്നുണ്ടായിരുന്നു. നീ എഴുതേ, നിനക്ക് കിട്ടിയില്ല 2 വർഷം മെഡിക്കൽ കോളേജിനാണ്. അടുത്ത ന്യൂ ജനറേഷൻ സിനിമകളിലൂടെ ഷട്ടറിലൂടെയും അതുപോലെ തന്നെ പ്രേമ സിനിമയിലെ അധ്യാപകനായിട്ട് അഭിനയിച്ച വിനയ് ഫോർട്ട്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ ഉമ്മയോടെ എങ്ങനെയാണ് സാർ പറയണേ? സ്നേഹിക്കുന്ന പെണ്ണെടുത്ത് തമിഴ്ത്തിയാന്ന് വേണ്ടല്ലേ? ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ് അല്ലേ? പിന്നെ സേഫ്, ജാവ വളരെ സേഫാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ, എനിക്കൊന്നും മനസ്സിലായില്ല. നന്നായിട്ടുണ്ട്. ഈ ശബ്ദം കേട്ടപ്പോഴാണ് ചില ശബ്ദങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലേ? ഇതായിട്ട് സാമ്യം ചെയ്തൊരു ശബ്ദം നമുക്ക് നല്ല പരിചയമായിട്ടൊരു ശബ്ദമുണ്ട്. ആരുടെയെന്നറിയാവോ? അറിയാം. ആരാണ്? ഡയറക്ടർ സിദ്ദിഖ് സാർ. അപ്പൊ നമുക്ക് അത് കേൾക്കാം. 1981 സെപ്റ്റംബർ മാസം 21-ാം തീയതിയിലാണ് കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡ് രൂപം കൊള്ളുന്നത്. അന്ന് ഞാനും ലാലും അൻസാറും റഹ്മാനും KS പ്രസാദും ഒക്കെയായിരുന്നു അന്നത്തെ കലാകാരന്മാർ. അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇതൊരു വലിയ കലാസൃഷ്ടിയുടെ തുടക്കമാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രോഗ്രാം എന്ന്. ഇന്നത്തെ എല്ലാ കലാകാരന്മാരും നല്ല മിടുക്കന്മാരാണ്. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനിയിപ്പോൾ ഞാൻ ഇക്കയുടെ നിന്ന് കേട്ട് തന്നെ പഠിച്ചൊരു വോയിസ് ഉണ്ട്. ഇക്കയുടെ നിന്ന് ഒരു വോയിസ് അല്ല, ഒരുപാട്, അതായത് മിമിക്സ് ആക്ഷൻ 500 സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ശബ്ദാനുകരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അന്ന് ഇക്ക അതിൽ മുരളിയുടെ ശബ്ദം അനുകരിച്ചിരുന്നു, മുരളിച്ചേട്ടൻ്റെ. പക്ഷെ നീ ഇത് പറഞ്ഞപ്പോഴാണ് വേണ്ടിയിരുന്നില്ല, ഇത്രയും വളർന്നു ഞാൻ അറിഞ്ഞില്ല. ശരി, മുരളിച്ചേട്ടൻ്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. അനന്തരാവകാശികൾക്ക് വേണ്ടി 500 കോടി സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയിട്ട് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് വന്നവന്റെ നിസ്സംഗത. എടോ, ഖദറിന് കഞ്ഞി പിഴിയാൻ പോലും ശേഷിയില്ലാത്ത തൻ്റെ പാർട്ടിയിലെ എംബോക്കെ ഉണ്ടല്ലോ, അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പോത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും. കേട്ടോടോ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. കേട്ടാണ് ആദ്യം മുരളിച്ചേട്ടൻ്റെ ശബ്ദം പഠിക്കുന്നത്. അടുത്താരാണ്? ദൃശ്യം എന്ന ചിത്രത്തിലെ ക്ലൈമാക്സിൽ നിങ്ങൾ വലിയ മനുഷ്യനാണ്, നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല, ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്, എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്നൊരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം, അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക്
ക്ഷണിക്കപ്പെടാതൊരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിപ്പോയൊരു ചെറിയ കയ്യബദ്ധം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. മനഃപൂർവ്വമല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. കാല പിടിച്ച് മാപ്പ് പറയണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. മനസ്സിൽ അത് 100 ആവർത്തി ചെയ്തു കഴിഞ്ഞു. അല്ലാതെ ഞങ്ങളെ കൊണ്ടാകില്ലല്ലോ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. താങ്ക് യു താങ്ക് യു. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗലയിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. ഹലോ ഏത് നമ്പറാ? ഇത് പോലീസ് സ്റ്റേഷനാ. ഞാൻ സർക്കിളാ. ഞാൻ സ്ക്വയറാ. ഇത് റെയിൽവേ സ്റ്റേഷനാ. വെക്കടാ ഫോൺ. വെൽക്കം ബാക്ക് ടു ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗല. അപ്പോൾ നമുക്ക് നമ്മൾ തുടങ്ങിയത് ദിലീപിൽ നിന്നായിരുന്നു. ദിലീപിൻ്റെ 2 ഭാവങ്ങൾ അവതരിപ്പിച്ചു 2 കാലഘട്ടത്തിലെ. എനിക്ക് സുധിയുടെ ദിലീപിൻ്റെ ഒരു ഫിഗർ കാണണം. തീർച്ചയായിട്ടും. ഏതാണ് ചെയ്യാൻ പോകുന്നത്? കുഞ്ഞിക്കൂൻ എന്ന് പറയുന്ന സിനിമ റിലീസായ അന്ന് മുതൽ ഇപ്പോൾ വേദികളിൽ ഇപ്പോഴും വരെ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കുഞ്ഞിക്കൂന്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യാതെ. ഓക്കെ, കുഞ്ഞിക്കൂനിലെ നമ്മുടെ ദിലീപിൻ്റെ അതിമനോഹരമായ കഥാപാത്രം കൂനനെ സുധി നമുക്കായി അവതരിപ്പിക്കും. ഈ മടക്കിയ വിരലുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ടെലിഫോൺ ബൂത്ത് നടത്താനുള്ള മിനിമം യോഗ്യത ഒരു ചൂണ്ടാണി വിരലെങ്കിലും വേണമെന്നുള്ളതാ. ഈ വിരലുകൊണ്ട് ഇതാ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 ഇല്ലാട്ടോ 0. ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ വിളിക്കാൻ വന്ന ആള് 493915 ഒന്ന് വിളിച്ചു തരുമെന്ന് ഞാൻ പറയും. അപ്പതാ ചെമ്പകന്തേ ഇങ്ങനെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് വെക്കുക. തേനീച്ച മൂളുന്ന പോലെ ചെറിയ ശബ്ദം കേട്ടില്ലേ? അതാണ് ഡയൽ ടോൺ. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാ ദാ ഇങ്ങനെ 493915 അത്രേ ഉള്ളൂ. ബെല്ലടിക്കുന്നുണ്ടോ? അവിടെ ഹലോ എന്ന് പറയുമ്പോ ഹോൾഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തരണം. എന്താ? ഹലോ ഹോൾഡ് ചെയ്യൂ. ഹലോ ഹോൾഡ് ചെയ്യൂ. അയ്യോ ഇങ്ങോട്ട് തരൂ തരൂ. ഹലോ ഏത് നമ്പറാ? ഇത് പോലീസ് സ്റ്റേഷനാ. ഞാൻ സർക്കിളാ. ഞാൻ സ്ക്വയറാ. ഇത് റെയിൽവേ സ്റ്റേഷനാ. വെക്കടാ ഫോൺ. ഗണപതി കൊച്ചപ്പോ ഇടിവഴിപാടായേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ വിളിച്ച് ഇതുപോലെ ഇടിവിട്ട് തമാശകളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇനിയും കളിക്കാം. കുഞ്ഞനില്ലേ? ഇല്ല, ഫോൺ ബിൽ അടയ്ക്കാൻ ടൗണിൽ പോയിരിക്ക. കുഞ്ഞന്റെ ആരാ കുട്ടി? നാണിക്കണ്ട, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതിരിക്കട്ടെ, എന്നാ കല്യാണം? പറയൂതേ, ബാബ കേൾക്കട്ടെ. എന്ന് ആരടാ ഈ കൽക്കട്ട മാവൻ? എന്താണ് നിനക്ക് വേണ്ടത്? അല്ല, കുഞ്ഞേട്ടൻ വന്നോ? ഞാനിപ്പോ വന്നുള്ളു ചെമ്പകം. ആരെയാള്? എന്താണ് നിനക്ക് അറിയേണ്ടത്? അല്ല, കല്യാണം എന്നാന്ന് ചോദിച്ചതാ കുഞ്ഞാ. കല്യാണം ചിങ്ങത്തും ഉണ്ടാവും. എന്താടാ മാമനൊരു എതിർപ്പുണ്ടോ? ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അതിനെന്തിനെങ്ങനെ ചൂടാവണേ? ഞാൻ ചൂടാവൂടാ, നിനക്ക് അറിയണോടാ? അമ്മേ അമ്മേ, അല്ലല്ലേ ഓടടാ. ഞാൻ പോയിക്കോളാവേ. അയ്യോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ തല്ലാൻ തുടങ്ങിയാൽ എങ്ങനെ കുഞ്ഞേട്ടാ? എന്തു ചെയ്യാനാ ചെമ്പകം? എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി.
ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തെങ്കിലേ കൈക്കും കാലിനൊക്കെ ഒരു ആയാസം ഉണ്ടാവുള്ളൂ എന്ന് കരുതി ചെമ്പകത്തിന് ഞാൻ തല്ലൊന്നുമില്ല കേട്ടോ. ആ ചിങ്ങം പറഞ്ഞാ കല്യാണം നടത്തണം, അയാളോട് പറഞ്ഞും പോയി ഇല്ലേ. പിന്നെ ചെമ്പകം നാളെ ഗവൺമെന്റ് സ്കൂളിൽ ഹാളിൽ നടക്കുന്ന എലിപ്പനി നിർമ്മാർജ്ജന ക്യാമ്പിലേക്കും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിലേക്കും ഇന്നാട്ടിലെ എല്ലാ അന്ധന്മാരെയും അന്ധികളെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേവരെയും. ചെമ്പകം കേട്ടോ, നമുക്കൊന്ന് നോക്കിയാലോ? ജന്മനാ ഉള്ള ഇരുട്ടല്ലേ, ഇനി ഇതിൽ വെളിച്ചമുണ്ടാവും തോന്നുന്നില്ല. പറഞ്ഞു കേട്ടിട്ടില്ല ഈ ഭൂമിയിലെ നിറങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും നടക്കില്ല. ഓ ആര് പറഞ്ഞു? ചിലപ്പോ ഒരു ഡോക്ടർ ഒരു ലെൻസ് വെച്ചാ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടാവൂ. എന്തായാലും സൗജന്യമല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. സുധി ഗംഭീരമായി. താങ്ക് യു. അല്ല ഈ ഒരു 5 മിനിറ്റ് ഒക്കെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഭയങ്കര വേദന ഉണ്ടാവില്ലേ? അത്യാവശ്യം ചെറിയ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് 10-35 ദിവസം ഇങ്ങനെ കുനിഞ്ഞു നടന്ന് അഭിനയിച്ച ദിലീപിൻ്റെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും. നമ്മുടെ ഓരോ താരങ്ങളും ഓരോ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം പെയിനാണ് എടുക്കുന്നത് അല്ലേ? അതെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സുധി, ഒരുപാട് മിമിക്രി കലാകാരന്മാരെ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, പുതിയ ആൾക്കാരുടെ ഒക്കെ തന്നെ. പക്ഷേ പലരും ശബ്ദം അനുകരിക്കുമ്പോൾ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ മിക്കവരുടെ ഒരു 75% പെർഫെക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഡയലോഗ് പറയുമ്പോൾ ചില ഡയലോഗുകൾ മാത്രം പറയുമ്പോഴേ അവർക്കൊരു ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് സുധിയുടെ പെർഫോം ചെയ്ത എല്ലാ ശബ്ദങ്ങളും അസാധ്യമായ പെർഫെക്ഷനായിരുന്നു. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പറയുന്നതിനൊരു നല്ല ക്ലിയറായിട്ട്. അങ്ങനെ തന്നെ വേണം നമ്മൾ താരങ്ങളെ അനുകരിക്കുമ്പോൾ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട്. പ്രത്യേകിച്ച് ദൃശ്യത്തിലെ ആ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞത് വളരെ മനോഹരമായിരുന്നു, ഏറ്റവും ഗംഭീരമായിരുന്നു, എല്ലാം നന്നായിരുന്നു. എന്നാൽ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശരിക്കും ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കയുടെ നിന്ന് കേട്ടാണ് ഞാൻ പഠിച്ചത്. അത് ഇക്കയുടെ നാവിൽ നിന്ന് തന്നെ നന്നായി എന്ന് കേൾക്കുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിന്റെ കേട്ട് ഞാൻ പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. ഇതാണ് ഈ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ 25 വർഷമായി ഇക്ക ഇതിൽ നിൽക്കുന്നു. ഇനി ഒരു 25 വർഷം കൂടി കഴിഞ്ഞിട്ട് ഇതുപോലെ നിൽക്കാൻ ഭാഗ്യം ജഗദീശൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ വന്ന് സ്റ്റാർ ആകുന്ന കാണാൻ നിനക്കും താല്പര്യമില്ല? സിനിമാ നടന്മാരാണല്ലോ ഇപ്പോൾ എല്ലാ ഷോയും ചെയ്യുന്നത്, ഇപ്പോൾ ഇക്ക അടക്കമുള്ള ഷോ. അപ്പോൾ എന്തായാലും നന്മ വരട്ടെ. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടയം നസീർ പവേഡ് ബൈ കൗലയുടെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയ്ക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീം. മോനെ ക്യാമറ ഇതാണോ, റെഡ് ആണോ? ക്യാമറാമാനോ ഈ ക്യാമറയിൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ചത് വേണ്ട, എന്തിനാ സ്ഥലം ഉണ്ടാക്കുന്നത്? ഇന്റർനെറ്റിലിട്ട് അവരെ ഞാൻ വിടത്തില്ല. അവരെ പിടിക്കാൻ വേണ്ടി ഞാൻ താഴെ ലൈറ്റ് കണ്ടായിരുന്നു. ഇങ്ങനെ ആയിപ്പോ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി നിലവിളക്ക് കൊണ്ടുവന്നോ? പിന്നെ വേണ്ടേ? പിന്നെ പറ. അത് പറ. പിന്നെ പറയണ്ടെന്നാ? പറയണ്ടെങ്കിൽ പറയണ്ട, എനിക്ക് വേറെ പണിയുണ്ട്. എടാ അതല്ല, ഈ നിലവിളക്കിനടുത്ത് പറ വെക്കണ്ടേന്നാ. ഹരിവരാസനം വിശ്വമോഹനം ഹരി